പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വലിയതായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടില്ല, കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇതിലോട്ട് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിലോട്ട് ഉപ്പ് മാത്രം ചേർത്തൊന്ന് വേവിച്ചെടുത്താണ്. ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ച് ഇതിലോട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് ഇതിനെയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സമയത്തിന് ഞാൻ ഇനി ഇതുപോലെ ആയതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ബ്രെഡോളം എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ വറുത്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ.